പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഈ ദിവസം ഉണരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം കേട്ടുകൊണ്ട് ഉണരുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണരുമ്പോൾ മാത്രമല്ല കേട്ടോ, ഈ ദിവസം മുഴുവൻ ദൈവം നമുക്ക് തരുന്ന വലിയൊരു വാഗ്ദാനം ധ്യാനിക്കുവാൻ, ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വാഗ്ദാനത്തിൻ്റെ വചനമാണ്. ഈ വാഗ്ദാനത്തിൻ്റെ വചനം ചിന്തിക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു അനുഗ്രഹമായി ഈ ദിവസം മാറും. ആ വാഗ്ദാനമാണ് റോമാലേഖനം 8:31 ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? പ്രൈസ് ദി ലോർഡ്. അതായത് ദൈവം എന്നോട് കൂടെ നിന്നാൽ, എന്നോട് കൂടെ ആണെങ്കിൽ ആർക്കും എന്നെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ എന്നോട് കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതായത് ഇന്ന് എന്നോട് കൂടെ മുഴുവൻ സമയം യേശുവിനെ നടക്കുന്ന പോലെ നമുക്ക് തോന്നണം കേട്ടോ. അതാണ് കർത്താവ് നമ്മെ ഇന്ന് ചേർത്ത് വയ്ക്കും. രണ്ടാമതായിട്ട് എന്താണെന്നറിയാമോ? സ്വർഗത്തിലിരുന്നു കൊണ്ട് പുത്രനായ ദൈവം പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് നമുക്കൊരു മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും നമുക്ക് വേണ്ടി ദൈവം മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും നമ്മൾ ചേർത്ത് വയ്ക്കുകയും ചെയ്യും. കൂടാതെ എന്നെ സ്വന്തമാക്കിയ കർത്താവ് അവൻ്റേതാക്കി മാറ്റി, എന്നെ സ്വന്തമാക്കി അവൻ്റേതാക്കി അവൻ മാറ്റിയെങ്കിൽ അവനുള്ളതെല്ലാം എനിക്ക് സ്വന്തമാണ്. അവൻ എന്നെ അവൻ്റെ അവകാശിയാക്കി മാറ്റിയെന്ന് മറ്റൊരർത്ഥം. പ്രിയമുള്ള സഹോദര സഹോദരി, എങ്കിൽ നമുക്ക് ഇന്ന് മുഴുവൻ സമയവും ദൈവ സാന്നിധ്യം അപരമായിട്ടും അവൻ്റെ കൂടെ നടക്കുന്ന അനുഭവം കിട്ടണം. ഒപ്പം തന്നെ അവൻ എന്നോട് കൂടെ ആകണമെങ്കിൽ, അവൻ എന്നെ ചേർത്ത് പിടിക്കണമെങ്കിൽ ഞാൻ അവനോട് കൂടി ആകണം. എങ്ങനെ അവനോട് കൂടി ആകുന്നത്? യേശു ആഗ്രഹിക്കുന്നത് മാത്രം ഞാൻ ചിന്തിക്കണമെന്ന് ഈശോയ്ക്ക് വാക്ക് കൊടുക്കാം. യേശു ആഗ്രഹിക്കാത്ത ഒന്നും ഞാൻ ചിന്തിക്കത്തില്ല. യേശു ആഗ്രഹിക്കാത്ത ഒന്നും പറയത്തില്ല. യേശു ആഗ്രഹിക്കാത്ത ഒന്നും പ്രവർത്തിക്കത്തില്ല. അപ്പോൾ അതെന്താ അർത്ഥമാക്കുന്നത്? യേശുവിൻ്റെ മനോഭാവത്തോടു കൂടെ ഞാനിന്ന് മുഴുവൻ സമയമാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ തമ്പുരാൻ്റെ ചേർന്ന് നിൽക്കുമ്പോൾ, തമ്പുരാൻ്റെ കൂടെ ആകുമ്പോൾ ഒരാൾക്കും എന്നെ വിധിക്കാൻ സാധിക്കില്ല. എല്ലാത്തിനും ഉടയോൻ എൻ്റെ ദൈവമാണെങ്കിൽ ദൈവം മാത്രം എന്നെ വിധിക്കുള്ളൂ. ദൈവം എൻ്റെ കൂടെയായി എന്നെ അനുഗ്രഹിക്കും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഈ വചനം ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് മുഴുവൻ ആകുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓർക്കണം പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഈ വാഗ്ദാനം നമുക്ക് മാത്രം പോരാട്ടോ. പ്രഭാതത്തിൽ ഒരനുഗ്രഹമായി മാറുവാൻ തക്ക തരത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനം ഓർക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ അനുഗ്രഹത്തിൻ്റെ വചനം ചെറിയ വ്യാഖ്യാനമാണെങ്കിലും മറ്റു മക്കൾക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവരും ഈ വാഗ്ദാനത്തിൽ നിറയും. അവരും അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസത്തിൽ ഇന്നാകും. അപ്പോൾ കർത്താവ് നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ ശക്തമായ സംരക്ഷണം, സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കാൻ ദൈവം ഇന്ന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. 6 മണിക്ക് അച്ഛൻ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെല്ലാം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുമാത്രമല്ല, വീണ്ടും വൈകുന്നേരത്തെ ആരാധനയ്ക്കും ശുശ്രൂഷയ്ക്കൊക്കെ ഇതാരൊക്കെ പിന്നീട് കേൾക്കുകയാണെങ്കിലും അവരെ അച്ഛൻ ഓർക്കാം, അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരാശീർവാദം അച്ഛൻ തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.